Another hour just slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go would leave me here all alone, missing you. And what if I didn't run? Our second chance wasn't gone. And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go would leave me here all alone, missing you. And what if I didn't run? Our second chance wasn't gone. What if you were the one? What if I wasn't done loving you? 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 പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വഹിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാകുന്നു. ഇതാ കർത്താവിന്റെ ദാസന്റെ വചനം പോലെ ലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാകുന്നു. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യരുടെ വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശു മരണം മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിപ്പാൻ അനുഗ്രഹം ചെയ്യണമേ എന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കർത്താവായ ഈശോ, ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. 2-3 പേരെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഞങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ പരിശുദ്ധാത്മാവിന്റെ ആവസ്ഥത്താൽ ഞങ്ങൾ നിറയട്ടെ. കർത്താവായ ഈശോയെ, ഈ ദിവസത്തെയും ഇന്നത്തെ കർമ്മങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ഇന്ന ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞങ്ങൾ പ്രിയപ്പെട്ട മകൻ വിവാഹമെന്ന പുതാശയിലേക്ക് നാളെ പ്രവേശിക്കുകയാണല്ലോ. പുതിയൊരു ജീവിതം ആരംഭിക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ ശക്തിയും കൃപാവരവും അനുഗ്രഹവും കർത്താവേ നീ കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകിച്ച് ഈ കുടുംബത്തെ സമർപ്പിക്കുന്നു. തൂങ്കുഴി കുടുംബം കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ എപ്പോഴും വളരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, ഈ കുടുംബത്തിലുള്ള ഓരോ മക്കളെയും അങ്ങ് കൃപയോടെ കാണണമേ. അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അങ്ങ് വർഷിക്കണമേ.
കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വാക്യങ്ങൾ 1 മുതൽ. അവൻ അവിടം വിട്ട് യൂദയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ചു കൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വന്നപ്പോൾ അത് വായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പിന്നെ നമ്മൾ എവിടെയായി അടുത്ത് എവിടെ പോയത്? മതിന് വെപ്പിന് അവിടെയും അത് വായിച്ചു. അതുകൊണ്ടാണ് അത് മാറ്റി വായിച്ചത്. പ്രിയമുള്ളവരെ, ചെറിയൊരു കാര്യം മാത്രം ആൽബിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു. മനോഹരമായൊരു സുവിശേഷമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉള്ള ഒരു സുവിശേഷമാണ്. ഈശോ ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ ഈശോയിൽ കാണുന്നത് നല്ലൊരു അധ്യാപകൻ, നല്ലൊരു ഗുരുവാണ്, റബ്ബിയാണ് ഈശോ എന്ന് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരു അറിവുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി, ഇല്ലേ? നമ്മളോട് ആരും ചോദിക്കാറുണ്ടോ? നമുക്ക് അറിവില്ല. ഈശോയ്ക്ക് അറിവുണ്ടായിരുന്നുകൊണ്ട് ആളുകൾ ഈശോയോട് ചോദിക്കാൻ തുടങ്ങി. എന്താ ചോദ്യം? എന്താണ്? ഭാര്യയെ ഉപേക്ഷിക്കാമോ? ചോദിക്കണോ? പലരുടെയും ചോദ്യമാണ്. ഇത് എങ്ങനെയൊന്ന് ഒഴിവായി കിട്ടുമോ എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ. അത് തന്നെയാണ് അവരും ചോദിച്ചത്. എങ്ങനെ ഒഴിവാക്കാം? ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ആൾക്കാർ ചോദിച്ചു. അപ്പൊ ഈശോയോട് ചോദിക്കുകയാണ്, മോശ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരാ മോശ? ഏശയുടെ കാലമാണ് മോശ. പഴയ നിയമത്തിലെ പ്രവാചകൻ, ഇസ്രായേൽക്കാരെ നയിച്ച പ്രവാചകൻ. അവർക്ക് മലമുകളിലേക്ക് കയറി കൽപ്പനകൾ ഏറ്റുവാങ്ങി അത് ജനത്തെ പഠിപ്പിച്ച പ്രവാചകനാണ് മോശ. എല്ലാ കാര്യം ജീവിതം അടിമുടി മോശ പറയുന്നത് പോലെയാണ് അവർ ജീവിച്ചത്. അതുകൊണ്ട് മോശ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഈശോ അവരോട് ചോദിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു? ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ തീർന്നു, അത്രേ ഉള്ളൂ. എളുപ്പമായിരുന്നു, അല്ലേ? എനിക്കിവിടെ വേണ്ട, എനിക്ക് മടുത്തു, എനിക്കിവിടെ ശരിയല്ല, ഇവരുടെ കറിവെപ്പും കഞ്ഞിവെപ്പും ഒന്നും ശരിയാകുന്നില്ല, അതുകൊണ്ട് എനിക്കിവിടെ വേണ്ട, ഉപേക്ഷാപത്രം കൊടുത്താൽ അവളെ ഉപേക്ഷിക്കാം എന്നാര് പറഞ്ഞു? പഠിപ്പിച്ചു, മോശ പഠിപ്പിച്ചു. അപ്പോൾ ഈശോ ഒരു കാര്യം, നിങ്ങൾ വചനത്തിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു കാര്യം ഈശോ മോശയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വാക്യം പറയുകയാണ്. എന്താണ് വാക്യം? നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. മോശ മനസ്സ് വിചാരിച്ചിട്ടല്ല, ദൈവം വിചാരിച്ചിട്ടല്ല. പിന്നെയോ കഠിന ഹൃദയരായ നിങ്ങളെ ഒന്ന് തൃപ്തിയാക്കാൻ വേണ്ടി മോശ എഴുതിയതാണ് എന്ന് പറഞ്ഞ് ഈശോ അവിടെ പിന്നീട് ഒരു കാര്യം ചേർക്കുകയാണ്. അതിനേക്കാൾ സ്നേഹം വേണം ഇതിന് കേട്ടോ. മറ്റൊരാളെ സ്നേഹിക്കുന്നത്, എല്ലാവരും സ്നേഹിക്കുന്നേ, ഭയങ്കര സ്നേഹം കൊണ്ടേ ഇതൊക്കെ നടക്കുള്ളൂ. അവിടെ ഈശോ പറഞ്ഞു. എന്നിട്ട് ഈശോ പറഞ്ഞ എന്താണ്? ദൈവം വിചാരിച്ചത് അങ്ങനെയല്ല. മോശയ്ക്കും അപ്പുറമുള്ള ദൈവം എന്ത് വിചാരിച്ചു? അവർ ഇരുവരും ഒരു ശരീരമായി തീരും, അവർ പിതാവിനെയും മാതാവിനെയും വിടും, അവരൊന്നാകും. ദൈവം സംയോജിപ്പിച്ചത് ഒരിക്കലും മനുഷ്യനായിട്ട് വേർപെടുത്താൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ ഈശോ പഠിപ്പിക്കുന്നു. അപ്പൊ ഉത്തരം എന്താണ്? ആരാണ് യോജിപ്പിക്കുന്നത്? അച്ഛനാണോ? ബ്രോക്കറാണോ? മാതാപിതാക്കളാണോ? ആണോ? ഇനി ആരാ? ദൈവമാണ് യോജിപ്പിക്കുന്നത്. ദൈവമാണ് കണ്ടുപിടിച്ച് തരുന്നത്. ദൈവമാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. വെൽഡിങ്, അല്ലെ? വെൽഡിങ്ങും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, അല്ലെ? ഉണ്ടോ? വെൽഡ് ചെയ്യുമ്പോ ആദ്യം പോരും, വെൽഡിങ് ആകുമ്പോ കുറച്ച് കഴിയുമ്പോൾ പോരും. എങ്ങനെയാണ്? എന്താണ്? കൂട്ടി യോജിപ്പിക്കലാണ്, അല്ലെ? വെൽഡിങ്ങും എന്താണ്? കൂട്ടി യോജിപ്പിക്കലാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതാരാ യോജിപ്പിക്കുന്നത്? ദൈവമാണ് സംയോജിപ്പിക്കുന്നത്.
ഈ കുഞ്ഞി കാര്യം മാത്രം നമുക്ക് ഓർക്കാം. ഹൃദയത്തിൽ നിറയെ സ്നേഹം ഉണ്ടാകട്ടെ അല്ലെ? ഹൃദയത്തിൽ നിറയെ സ്നേഹം ഉണ്ടാകും. ഇതയോട് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും. Thought I'd seen it all till I saw you. London in the falling pit. Tills to castles in the snow, but you I can't let go. Thought I'd found everything till I found you, but I was lost at sea and I never knew. You take me places where the winds don't blow, so I won't let go. Through fire and stone, in places unknown, I'll never let go, I'll never let go. Thought I knew my way till I found you, but you took me to a place I never knew. So take my hand into the great unknown, and I'll never let go. The fire and stone in places unknown, I'll never let go, I'll never let go. The fire and stone in places unknown, I'll never let go, I'll never let go. I thought I'd seen it all till I saw you. London in the falling, Paris too. If there's an open way, I'll just run while everything else fades and turns to dust. We're searching to find a way from here. We'll follow our souls into the